ഹലോ അസ്സാം വലൈക്കും. നമ്മളിപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് വീഡിയോ ഇടുന്നത്. ശരിക്കും റെഗുലറായിട്ട് വീഡിയോ ഇടണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ജോലിയുടെ തിരക്കൊക്കെ കാരണം വീഡിയോ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള സമയം കിട്ടാറില്ല. നമ്മൾ എൻ്റെ ഒരു ഓഫ് ഡേ ആണ്, ഇന്ന് വെനസ്ഡേ ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഉമ്മ വരുന്നുണ്ട്. നമ്മൾ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലും ഉമ്മക്ക് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത്. കാലത്ത് തന്നെ മാർക്കറ്റിൽ പോയിട്ട്, ഇത് ആലുവ മാർക്കറ്റാണ് കേട്ടോ, ആലുവ മാർക്കറ്റിൽ പോയിട്ട് മട്ടനും പിന്നെ അതുപോലെ വെജിറ്റബിൾസൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ കുറച്ച് നാളായി മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നായിട്ട് തന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മട്ടൻ വേവിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് മട്ടൻ വേവിക്കാൻ വെച്ചു. ശരിക്കും ഈ വീഡിയോയിൽ ബിരിയാണി റെസിപ്പി പോലൊന്നും നമ്മൾ പറയണില്ല. നമ്മൾ സ്റ്റൈലിൽ എങ്ങനെയാണ്, ഉമ്മച്ചിയുടെ ഒരു സ്റ്റൈലിൽ ഉമ്മച്ചി എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കണേ, അതാണ് ഇതിൽ കാണിച്ചിട്ടുള്ള മെയിനായിട്ട്. നമ്മൾ അത്യാവശ്യം രാവിലെ തന്നെ ബിരിയാണിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി എടുത്ത് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇഷ്യൊക്കെ നല്ല ആക്റ്റീവ് ആയിരുന്നു. ഇതേ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അരി നമ്മൾ കൈമ റൈസ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അതൊക്കെ കഴുകി ക്ലീനാക്കി നമ്മൾ ആദ്യം തന്നെ അരി വേവിച്ചെടുക്കാനുള്ള പ്ലാനായിരുന്നു. നമ്മൾ ദമ്മിട്ടാണ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ നമ്മൾ മട്ടനാവുന്ന സമയത്ത് നമുക്ക് അരിയും പാരലലി വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു, കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. അത് സ്റ്റിക്കായിട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് നമ്മൾ അരി വേവിക്കാൻ വേണ്ടി വെച്ചു. അതിൽ ചെറിയൊരു കഷ്ണം ബേ ലീഫും കൂടി ആഡ് ചെയ്തിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അരിയിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇന്നും ഉമ്മച്ചിയുടെ സ്പെഷ്യൽ ഒരു ബിരിയാണിയാണ്. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കുന്ന സ്റ്റൈൽ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് വയ്ക്കുകയാണ്. ഇനി ഇതൊക്കെ നെയ്യിൽ വറുത്ത് നമുക്ക് ദമ്മിടുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ അരി വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. യൂഷ്വലി ഇങ്ങനെ തന്നെ ചെയ്യാറ്. ആദ്യം അരി വേവിക്കും, പാരലലി നമ്മുടെ കറിക്ക് എന്താണോ വേണ്ടത് അങ്ങനെ ചെയ്യും. പിന്നെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ദമ്മിടുക ചെയ്യാറ്. ഉമ്മച്ചിയുടെ കുക്കിംഗ് സ്റ്റൈലിൽ കുറേ കാര്യങ്ങൾ ഞാനും ഇൻസ്പയർ ആയിട്ടുണ്ട്. ആൾ ചെയ്യണ രീതിയാണെങ്കിലും കുറേ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ടും ഇൻസ്പയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ മട്ടണും ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മസാല ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം ഓയിൽ ചൂടാക്കി അതിൽ സവാളയൊക്കെ ഇട്ട് വഴറ്റുന്നുണ്ട്. 2 പച്ചമുളക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് വഴറ്റ് വരുന്ന വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യണം. അത് നല്ലോണം വഴണ്ട് വന്നാലാണ് ശരിക്കും ആ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ ആദ്യമേ എല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചാൽ തന്നെ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പേസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സീക്രട്ട് സംഭവമാണ് ഈ കസ്കസ് മിക്സ് ചെയ്തിടൽ. ഉമ്മച്ചി യൂഷ്വലി കസ്കസും കാഷ്യൂനട്ടും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു മിക്സ് ആഡ് ചെയ്യാറുണ്ട് ബിരിയാണിക്ക്. അത് സ്പെഷ്യൽ ടേസ്റ്റ് തരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളവിടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ തക്കാളി, മല്ലിയില, പുതിനയില അതൊക്കെ ഇട്ട് എല്ലാം വഴറ്റിയിട്ടുണ്ട്. പൊടികൾ നമ്മൾ ഇതിൽ അങ്ങനെയൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഓൾറെഡി നമ്മൾ വേവിക്കാൻ വെച്ചപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള കാരണം. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തൈരാണ് യൂസ് ചെയ്തത്. അപ്പോൾ തൈര് ഇട്ടു. പിന്നെ നമ്മുടെ ആ സീക്രട്ട് മിക്സും കൂടി ആഡ് ചെയ്തു. ഓൾമോസ്റ്റ് നമ്മുടെ മസാലയുടെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച മട്ടൺ ആഡ് ചെയ്യാം. ആ മട്ടൺ ആഡ് ചെയ്ത് അത്യാവശ്യം അതിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ട്. അപ്പോൾ അതൊന്ന് വറ്റണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ദമ്മിടാം. ബിരിയാണി ഉണ്ടാക്കാൻ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്, ഓരോ രീതിയാണ്. പല സ്ഥലത്തും പല രീതിയാണ്. ഇപ്പോൾ നമ്മളും ഫോളോ ചെയ്യുന്നതാണെങ്കിലും ചിലപ്പോൾ ഓരോ തരം ബിരിയാണിക്ക് ഓരോ സ്റ്റൈലായിരിക്കും. അപ്പോൾ ഇപ്പോൾ ക്യാരറ്റ് അരിയുന്നത് മെയിനായിട്ട് ദമ്മിടുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രൈ ചെയ്തിടാൻ വേണ്ടിയിട്ടോ. അതൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ ബിരിയാണിയിൽ ഇടാറില്ല. ചിലവർ ഇടാറുണ്ട്, അങ്ങനെ ഇട്ടിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ദമ്മിടുമ്പോൾ യൂസ് ചെയ്യാനുള്ള കാഷ്യൂനട്ട്സും കിസ്മിസും ഒക്കെ വറുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പട്ട, ഗ്രാമ്പൂ അതൊക്കെ ആ ഒരു നെയ്യിൽ തന്നെ വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ച ആ ക്യാരറ്റ്സും ഇല്ലേ, അതൊക്കെ ഇതിൽ ആ നെയ്യിൽ തന്നെ വറുത്ത് മിക്സാക്കി വെക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ദമ്മിടുമ്പോൾ അതിൻ്റെ ടോപ്പിലായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ദമ്മിടൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ മസാലയാണ് കേട്ടോ ആദ്യം ഇടുന്നത്. ചില ബിരിയാണിക്ക് നമ്മൾ മിക്സ് ചെയ്ത് കുറച്ച് മസാല ആഡ് ചെയ്യും, പിന്നെ ചോറ് ആഡ് ചെയ്യും, അങ്ങനെ ചെയ്തു. ഇതിപ്പോൾ ഓൾറെഡി കുറച്ച് വെള്ളം അതിലുണ്ട്, പിന്നെ ഒന്ന് വറ്റി പോവാനുണ്ട്. സോ നമ്മൾ ആ മസാല മൊത്തമായിട്ട് ആഡ് ചെയ്ത് ഓരോ ലെയറായിട്ട് നമ്മൾ ചോറ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടും കുറച്ച് കാലങ്ങളായി, അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ മട്ടൻ ബിരിയാണി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്.
പിന്നെ എൻ്റെ ഉമ്മാക്കും ഇഷ്ടം അതാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ഒരു ലെയർ കഴിഞ്ഞു. നമ്മൾ ടോപ്പിൽ ഇതുപോലെ നമ്മൾ വറുത്ത് വെച്ച കാഷ്നട്ട്സും കിസ്മിസും പിന്നെ ക്യാരറ്റും അതൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അടുത്ത ലെയറിലിടാണ്. ഓരോ ലെയറിലും നമ്മൾ ഫില്ല് ചെയ്ത് നമ്മളിതുപോലെ ടോപ്പിൽ ആഡ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ദമ്മിടുന്ന സമയത്ത് നമ്മൾ തീ കുറച്ച് വെക്കണം. ശരിക്കും ആ ആവിയൊക്കെ ശരിക്കും മുകളിലേക്ക് വന്ന് അതിൻ്റെ ഒരു ഇത് കിട്ടണമെങ്കിൽ കുറച്ച് നേരം നമ്മൾ വെക്കണം. ദമ്മിൽ കുറച്ച് നേരം നമ്മൾ സ്ലോ ആക്കിയിട്ട് വെക്കണം. നമ്മൾ ലാസ്റ്റ് ലെയറാണ്, അപ്പോൾ അതിൽ എക്സ്ട്രാ കുറച്ച് നമ്മൾ പൈനാപ്പിൾ പീസ് കട്ട് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റോളം നമ്മൾ ആ സ്ലോ തീയിൽ അങ്ങനെ ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇവിടെ ബിരിയാണി ദമ്മാവണ സമയത്ത് നമുക്ക് പാരലലി പൈനാപ്പിൾ പീസ് കട്ട് ചെയ്ത് വെക്കാം, അതുപോലെ തന്നെ സാലഡൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ മെയിൻ റെസിപ്പിയും മെയിൻ കുക്കും എല്ലാം ഉമ്മച്ചിയാണ്. ഉമ്മച്ചിയുടെ വകയാണ് ഈ സ്പെഷ്യൽ ബിരിയാണി. നമ്മൾ 2-3 സ്റ്റൈലിൽ ഈ സാലഡ് ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ മാത്രമേ നമ്മൾ തൈര് ആഡ് ചെയ്യാറുള്ളൂ, ചിലപ്പോൾ വിനാഗിരി ആഡ് ചെയ്തിട്ട് ആ ഒരു സാലഡ് അങ്ങനെ മിക്സ് ചെയ്ത് വെക്കാറുണ്ട്. അതാണ് ഇവിടെ എല്ലാവർക്കും പ്രത്യേകിച്ച് ഇഷ്ടം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് തൈര് ആഡ് ചെയ്തിട്ടാണ്. പിന്നെ എൻ്റെ ഉമ്മ വരാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉമ്മക്ക് വേണ്ടിയിട്ട് ഒരു സോഡ സർബത്തും കൂടി ഉണ്ടാക്കി വെച്ച്, അപ്പോൾ വരുമ്പോൾ ഞാൻ കൊടുക്കാമല്ലോ. അങ്ങനെ എൻ്റെ ഉമ്മ എത്തി. വന്നപ്പോൾ തന്നെ ഇഷ്യൂ ഒക്കെ തീറിയിരിക്കുന്നുണ്ട്. ശരിക്കും ഉമ്മച്ചിയുടെ ഭയങ്കര പെറ്റാണ് ഇഷ്യൂ. ഉമ്മക്കും അങ്ങനെ തന്നെയാണ്, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ജീവനാണ്. അവളെ കാണാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണത് തന്നെ. ഉമ്മച്ചിക്ക് വെള്ളമൊക്കെ കൊടുത്ത് അവൾക്ക് കുറേ മിഠായി കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദം പൊട്ടിക്കാൻ സമയമായി. നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ആ മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലായിടത്തും കിട്ടുള്ളൂ. ഉമ്മച്ചി എല്ലാം ഒന്ന് എടുത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പ്ലേറ്റിലാക്കിയിട്ട് സെർവ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു ഉമ്മ എത്തിയപ്പോഴത്തേനും. അപ്പോൾ പിന്നെ അധികം വെയിറ്റ് ചെയ്യാനൊന്നുമില്ല, വേഗം തന്നെ നമ്മൾ ബൗളിലൊക്കെ ആക്കി പ്ലേറ്റിലാക്കി സെറ്റാക്കി എടുത്ത് വെച്ച്. പിന്നെ ഉമ്മച്ചി സ്പെഷ്യലായിട്ട് ഇഷുവിന് ചിക്കനൊക്കെ വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കനും നമ്മൾ എടുത്ത് വെച്ചു. അങ്ങനെ മേശപ്പുറത്ത് എല്ലാം സെർവ് ചെയ്ത് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വോയിസ് കൊടുത്ത് ഈ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ വീട്ടിലെന്തെങ്കിലും കുക്ക് ചെയ്ത് ഒരാൾക്ക് ഇഷ്ടമുള്ള സാധനം കൊടുക്കുമ്പോൾ അവരത് ഹാപ്പി ആയിട്ട് കഴിക്കുന്ന കാണുമ്പോൾ നമുക്കും പ്രത്യേകിച്ച് സന്തോഷമാണ്. ഇവിടെ ഇപ്പോൾ കുക്ക് ചെയ്ത ഉമ്മച്ചിയാണെങ്കിലും ഇപ്പോൾ കഴിക്കുന്ന എൻ്റെ ഉമ്മയാണെങ്കിലും രണ്ടാളും നല്ല ഹാപ്പി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ സെറ്റാക്കി മേശപ്പുറത്ത് വെച്ച് നമ്മൾ കഴിക്കാതിരിക്കുന്നുണ്ട്. ഇഷുവും ഉമ്മയാണ് ആദ്യം തന്നെ ഇരുന്നത്. നമുക്ക് വീഡിയോ എടുത്ത് അധികം ഇങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്ത തന്നെ നമ്മൾ കുറേയൊക്കെ എടുക്കാൻ വിട്ടു പോകാറുണ്ട്, മിസ് ചെയ്ത് പോകാറുണ്ട്. പിന്നെ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ ക്ലിപ്സ് കുറേ മിസ്സായി പോകാറുണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ ഇനി നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ മാക്സിമം ശ്രമിക്കാം. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ എടുക്കാനും നമ്മുടെ ലൈഫിലെ മൊമെൻറ്റ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനൊക്കെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഉടനെ തന്നെ ഇടാം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.